എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്ലാസ്സാണ്. ഗ്രാമി പുരസ്കാരം 2026 ഗ്രാമി പുരസ്കാരം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സംഗീത ലോകത്തെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഗ്രാമി പുരസ്കാരം. സംഗീത ലോകത്തെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഗ്രാമി പുരസ്കാരം. എങ്കിൽ സിനിമാ ലോകത്തെ ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? അതെന്ന് പറയുമ്പം ഓസ്കാർ പുരസ്കാരം, ഓസ്കാർ അവാർഡാണ്. സിനിമാ ലോകത്ത് ഏറ്റവും വലിയ പുരസ്കാരം ഓസ്കാർ എങ്കിൽ സംഗീത ലോകത്തെ ഏറ്റവും വലിയ പുരസ്കാരം ഗ്രാമി പുരസ്കാരം. 2026 ഗ്രാമി പുരസ്കാരം എന്ന് പറയുമ്പോൾ അത് 68ാമത്തെ ഗ്രാമി പുരസ്കാരമാണ്. 68ാമത്തെ ഗ്രാമി പുരസ്കാരമാണ് 2026 നൽകിയത്. അമേരിക്കയിലെ റെക്കോർഡിംഗ് അക്കാദമിയാണ് വർഷം തോറും ഗ്രാമി പുരസ്കാരങ്ങൾ നൽകുന്നത്. പഴയ ഗ്രാമഫോണിൻ്റെ ചുരുക്കപ്പേരാണ് ഗ്രാമി. അതുകൊണ്ട് തന്നെ ഗ്രാമി പുരസ്കാരത്തിൻ്റെ ശില്പം സ്വർണ്ണ നിറത്തിലുള്ള ഗ്രാമഫോണാണ്. ഗ്രാമി പുരസ്കാരത്തിൻ്റെ ആദ്യത്തെ ചടങ്ങ് നടന്നത് 1959 മെയ് 4 1959 മെയ് 4 ആദ്യത്തെ ഗ്രാമി പുരസ്കാരത്തിൻ്റെ ചടങ്ങ് നടന്നത്. അത് അമേരിക്കയിലാണ്. ആദ്യത്തെ ഗ്രാമി പുരസ്കാരത്തിൻ്റെ വേദി അമേരിക്കയിലാണ്. ഇനി 2026 ഗ്രാമി പുരസ്കാരം കിട്ടിയ വ്യക്തികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ആൽബം ഓഫ് ദ ഇയർ പുരസ്കാരം, ആൽബം ഓഫ് ദ ഇയർ പുരസ്കാരം കിട്ടിയത് ബാഡ് ബണ്ണിക്കാണ്. ഇദ്ദേഹത്തിൻ്റെ ആൽബം ഡെബി തിരാർ മാസ് ഫോട്ടോസ്, ഡെബി തിരാർ മാസ് ഫോട്ടോസ് എന്ന ആൽബം, അതുമായി ബന്ധപ്പെട്ടാണ് ബാഡ് ബണ്ണിക്ക് 2026 ആൽബം ഓഫ് ദ ഇയറിൻ്റെ ഗ്രാമി പുരസ്കാരം കിട്ടിയത്. ഇനി രണ്ടാമത്തേത് റെക്കോർഡ് ഓഫ് ദ ഇയർ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഡെബി തിരാർ മാസ് ഫോട്ടോസ് ഇതെന്ന് പറയുമ്പം ഒരു സ്പാനിഷ് ആൽബമാണ്. ഗ്രാമി പുരസ്കാരം നേടുന്ന ആദ്യത്തെ സ്പാനിഷ് ആൽബമാണ് ഡെബി തിരാർ മാസ് ഫോട്ടോസ് എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വച്ചോളണം. ഇവിടെ പറഞ്ഞത് റെക്കോർഡ് ഓഫ് ദ ഇയർ ആണ്. ഗ്രാമി പുരസ്കാരത്തിലെ റെക്കോർഡ് ഓഫ് ദ ഇയർ പുരസ്കാരം കിട്ടിയത് കെൻഡ്രിക് ലാമറും സീസയും. കെൻഡ്രിക് ലാമർ സീസ. ഇവർക്കാണ് 2026 റെക്കോർഡ് ഓഫ് ദ ഇയറിൻ്റെ പുരസ്കാരം കിട്ടിയത്. ലൂഥർ എന്ന പാട്ടുണ്ട്, ലൂഥർ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇവർക്ക് റെക്കോർഡ് ഓഫ് ദ ഇയർ പുരസ്കാരം കിട്ടിയത്. 2026 ഗ്രാമി പുരസ്കാരത്തിലെ റെക്കോർഡ് ഓഫ് ദ ഇയർ കിട്ടിയത് കെൻഡ്രിക് ലാമർ സീസയും ഇവർക്കാണ്. ഇതെന്ന് പറയുമ്പം ലൂഥർ എന്ന ആ ഒരു പാട്ട് ആൽബം, അതുമായി ബന്ധപ്പെട്ടാണ് ഇവർക്ക് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. അടുത്തത് സോങ് ഓഫ് ദ ഇയർ കിട്ടിയത് ബില്ലി ഐലിഷിന് ഈ ഒരു പുരസ്കാരം കിട്ടാൻ കാരണം വൈൽഡ് ഫ്ലവർ എന്ന ഗാനമാണ്. വൈൽഡ് ഫ്ലവർ എന്ന ഗാനം കാരണമാണ് ബില്ലി ഐലിഷിന് സോങ് ഓഫ് ദ ഇയർ അതുമായി ബന്ധപ്പെട്ട പുരസ്കാരം കിട്ടിയത്. ഇവിടെ ശ്രദ്ധിച്ച് പഠിച്ചു വച്ചേക്കണം. 2026 ഗ്രാമി പുരസ്കാരത്തിലെ സോങ് ഓഫ് ദ ഇയർ പുരസ്കാരം കിട്ടിയത് ബില്ലി ഐലിഷിനാണ്. ബില്ലി ഐലിഷിൻ്റെ വൈൽഡ് ഫ്ലവർ എന്ന ആ ഒരു പാട്ടുമായി ബന്ധപ്പെട്ടാണ് ഈ പുരസ്കാരം ബില്ലി ഐലിഷിന് കിട്ടുന്നത്. മികച്ച വോക്കൽ ആൽബത്തിൻ്റെ കാര്യം നോക്കാം. മികച്ച വോക്കൽ ആൽബം ഇതിനുള്ള പുരസ്കാരം കിട്ടിയത് ലേഡി ഗാഗയ്ക്കാണ്. ലേഡി ഗാഗയുടെ
മേഹം എന്ന ആൽബവുമായി ബന്ധപ്പെട്ടാണ് മികച്ച വോക്കൽ ആൽബത്തിനുള്ള പുരസ്കാരം കിട്ടിയത്. അടുത്തത് മികച്ച റാപ്പ് ആൽബം. മികച്ച റാപ്പ് ആൽബം. മികച്ച റാപ്പ് ആൽബം അതിനുള്ള പുരസ്കാരം കിട്ടിയത് GNX. GNX എന്ന് പറയുമ്പോൾ ഇത് കെൻഡ്രിക് ലാമറിൻ്റെ ആൽബമാണ്. കെൻഡ്രിക് ലാമറിൻ്റെ ആൽബമാണ് GNX. GNXനാണ് മികച്ച റാപ്പ് ആൽബത്തിനുള്ള പുരസ്കാരം കിട്ടിയത് എന്ന് പറയുമ്പോൾ ഗ്രാമി പുരസ്കാരം 2026 ഗ്രാമി പുരസ്കാരം അതുമായി ബന്ധപ്പെട്ട മികച്ച റാപ്പ് ആൽബം എന്നുള്ള ആ ഒരു പുരസ്കാരം കിട്ടിയത് GNXനാണ്. ഇതെന്ന് പറയുമ്പം കെൻഡ്രിക് ലാമറിൻ്റെ ആൽബമാണ് GNX. അടുത്തത് മികച്ച പുതിയ ആർട്ടിസ്റ്റ്. മികച്ച പുതിയ ആർട്ടിസ്റ്റ് ഇതിനുള്ള പുരസ്കാരം കിട്ടിയത് ഒലിവിയ ഡീൻ. ഒലിവിയ ഡീൻ 2026 ഗ്രാമി പുരസ്കാരം അതിലെ മികച്ച പുതിയ ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരം കിട്ടിയത് ഒലിവിയ ഡീൻ. അടുത്തത് മികച്ച പോപ്പ് സോളോ പെർഫോമൻസ്. മികച്ച പോപ്പ് സോളോ പെർഫോമൻസ്. ഇതിനുള്ള പുരസ്കാരം കിട്ടിയത് ലോല യങ്ങിന്. ലോല യങ്ങിൻ്റെ മെസ്സി. MESSY മെസ്സി. MESSI ആണെങ്കിൽ അത് ഫുട്ബോൾ കളിക്കാരനാണ് മെസ്സി. എന്നാൽ ഇവിടെ MESSY ഇതെന്ന് പറയുമ്പോൾ പാട്ടാണ്, ഗാനമാണ്. MESSY മെസ്സി. മികച്ച പോപ്പ് സോളോ പെർഫോമൻസിനുള്ള പുരസ്കാരം കിട്ടിയത് ലോല യങ്ങിനാണ്. ഇദ്ദേഹത്തിൻ്റെ മെസ്സി എന്ന ഗാനം അതുമായി ബന്ധപ്പെട്ടാണ് പോപ്പ് സോളോ പെർഫോമൻസിനുള്ള പുരസ്കാരം കിട്ടിയത്. അടുത്തത് മികച്ച R&B ആൽബം ഏതെന്ന് നോക്കാം. R&B ലിയോൺ തോമസ്. ലിയോൺ തോമസിനാണ് മികച്ച R&B ആൽബം അതിൻ്റെ പുരസ്കാരം കിട്ടിയത്. ഇദ്ദേഹത്തിൻ്റെ മട്ട് എന്ന ആൽബം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 2026 ഗ്രാമി പുരസ്കാരത്തിലെ മികച്ച R&B ആൽബം അതിൻ്റെ പുരസ്കാരം കിട്ടിയത്. അടുത്തത് മികച്ച ഡാൻസ് പോപ്പ് റെക്കോർഡിംഗ് പുരസ്കാരം. ഡാൻസ് പോപ്പ് റെക്കോർഡിംഗ് ഇതിൻ്റെ പുരസ്കാരം കിട്ടിയത് ലേഡി ഗാഗയ്ക്കാണ് മികച്ച ഡാൻസ് പോപ്പ് പെർഫോമിംഗ് റെക്കോർഡിങ്ങിൻ്റെ പുരസ്കാരം കിട്ടിയത്. ഇതെന്ന് പറയുമ്പം ആബ്രക്കട്ടാബ്ര ഇതുമായി ബന്ധപ്പെട്ടാണ് ലേഡി ഗാഗയ്ക്ക് 2026 ഗ്രാമി പുരസ്കാരത്തിലെ മികച്ച ഡാൻസ് പോപ്പ് റെക്കോർഡിങ്ങിൻ്റെ പുരസ്കാരം കിട്ടിയത്. ഇവിടെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. മികച്ച വോക്കൽ ആൽബം മേഹം. ഇത് എന്ന് പറയുമ്പം ലേഡി ഗാഗയുടെ ആൽബമാണ് മേഹം. പിന്നെ പറഞ്ഞു മികച്ച റാപ്പ് ആൽബം അത് GNX ആണ്. കെൻഡ്രിക് ലാമറിൻ്റെയാണ് GNX. മികച്ച പുതിയ ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരം കിട്ടിയത് ഒലിവിയ ഡീൻ. പിന്നെ മികച്ച പോപ്പ് സോളോ പെർഫോമൻസിനുള്ള പുരസ്കാരം കിട്ടിയത് ലോല യങ്ങിനാണ്. അദ്ദേഹത്തിൻ്റെ മെസ്സി എന്ന ഗാനം അതുമായി ബന്ധപ്പെട്ടാണ് പോപ്പ് സോളോ പെർഫോമൻസിനുള്ള പുരസ്കാരം ലോല യങ്ങിന് കിട്ടിയത്. പിന്നെ പറഞ്ഞു മികച്ച R&B ആൽബത്തിൻ്റെ കാര്യം പറഞ്ഞു. ലിയോൺ തോമസിൻ്റെ മട്ട് എന്ന ആ ഒരു ആൽബം അതുമായി ബന്ധപ്പെട്ടാണ് ലിയോൺ തോമസിന് R&B ആൽബം അതിൻ്റെ ഭാഗമായിട്ടുള്ള പുരസ്കാരം കിട്ടിയത്. മികച്ച ഡാൻസ് പോപ്പ് റെക്കോർഡിംഗ് അതിനുള്ള പുരസ്കാരം കിട്ടിയത് ലേഡി ഗാഗയ്ക്കാണ്. ആബ്രക്കട്ടാബ്ര എന്ന ആ ഒരു ഗാനം അതുമായി ബന്ധപ്പെട്ടാണ് ലേഡി ഗാഗയ്ക്ക് മികച്ച ഡാൻസ് പോപ്പ് റെക്കോർഡിങ്ങിൻ്റെ പുരസ്കാരം കിട്ടിയത്. 2026 ഏറ്റവും കൂടുതൽ
ഗ്രാമി പുരസ്കാരം കിട്ടിയത് കെൻഡ്രിക് ലാമറിനാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരം കിട്ടിയത് കെൻഡ്രിക് ലാമർ. ലാമർ 5 പുരസ്കാരങ്ങളാണ് കെൻഡ്രിക് ലാമറിന് കിട്ടിയിട്ടുള്ളത്. 2026 ഗ്രാമി പുരസ്കാരം കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരം കിട്ടിയത് കെൻഡ്രിക് ലാമറിനാണ്. ഇദ്ദേഹത്തിന് 5 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പം ഗ്രാമി പുരസ്കാരത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരം നേടുന്ന റാപ്പർ ഇദ്ദേഹമാണ്. ഗ്രാമി പുരസ്കാരത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരങ്ങൾ നേടുന്ന റാപ്പർ എന്ന് പറയുമ്പോൾ അത് കെൻഡ്രിക് ലാമർ ആണ്. ടിബറ്റൻ ആത്മീയ നേതാവാണ് ദലൈ ലാമ. ഈ ഒരു പേര് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്, ദലൈ ലാമ. ദലൈ ലാമയ്ക്ക് 2026 ഗ്രാമി പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് ഗ്രാമി പുരസ്കാരം കിട്ടുന്നത്. ഇവിടെ ദലൈ ലാമയ്ക്ക് ബെസ്റ്റ് ഓഡിയോ ബുക്ക് നറേഷൻ സ്റ്റോറി ടെല്ലിംഗ് റെക്കോർഡിങ്സ് എന്നിവയുടെ ഭാഗമായിട്ടാണ് ദലൈ ലാമയ്ക്ക് 2026 ഗ്രാമി പുരസ്കാരം കിട്ടിയത്. ദലൈ ലാമയ്ക്ക് 2026 ഗ്രാമി പുരസ്കാരം കിട്ടിയിരുന്നു. അതെന്ന് പറയുമ്പോൾ ബെസ്റ്റ് ഓഡിയോ ബുക്ക് നറേഷൻ സ്റ്റോറി ടെല്ലിംഗ് റെക്കോർഡിങ്സ് എന്നുള്ള ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആൽബം മെഡിറ്റേഷൻസ് ദ റിഫ്ലക്ഷൻസ് ഓഫ് ഹിസ് ഹോളിനെസ് ദലൈ ലാമ എന്ന ആൽബം ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തിന് ഈ 3 അവാർഡുകൾ കിട്ടിയിട്ടുള്ളത്. ദലൈ ലാമയുടെ ആൽബം എന്ന് പറയുമ്പോൾ അത് മെഡിറ്റേഷൻസ് ദ റിഫ്ലക്ഷൻസ് ഓഫ് ഹിസ് ഹോളിനെസ് ദലൈ ലാമ എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ആൽബം. ഈ ഒരു ആൽബം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ദലൈ ലാമയ്ക്ക് 2026 ഗ്രാമി പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബെസ്റ്റ് ഓഡിയോ ബുക്ക് നറേഷൻ സ്റ്റോറി ടെല്ലിംഗ് റെക്കോർഡിങ്സ് എന്നുള്ള ആ ഒരു ഭാഗത്തു നിന്നുള്ള പുരസ്കാരം കിട്ടിയത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു 1959 മെയ് 4 ആദ്യമായിട്ട് ഗ്രാമി പുരസ്കാരത്തിൻ്റെ ചടങ്ങ് നടന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ആൽബം ഓഫ് ദ ഇയർ പുരസ്കാരം കിട്ടിയത് ഹെൻറി മാൻസിനിക്കാണ്. ഇദ്ദേഹത്തിൻ്റെ ആൽബം എന്ന് പറയുമ്പം അത് ദ മ്യൂസിക് ഫ്രം പീറ്റർ ഗൺ GUNN 1959 ആദ്യത്തെ ഗ്രാമി പുരസ്കാരത്തിൻ്റെ ചടങ്ങ് നടന്നത്. ആ ഒരു സമയത്തെ ആൽബം ഓഫ് ദ ഇയർ പുരസ്കാരം കിട്ടിയത് ഹെൻറി മാൻസിനിക്കാണ്. ഇദ്ദേഹത്തിൻ്റെ ആൽബം ദ മ്യൂസിക് ഫ്രം പീറ്റർ ഗൺ എന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കുകയാണ്. റസൂൽ പൂക്കുട്ടി അദ്ദേഹത്തിന് ഗ്രാമി പുരസ്കാരം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ഇങ്ങനൊരു ചോദ്യം നിങ്ങൾ എഴുതാൻ പോണ പരീക്ഷയിൽ വന്നാൽ നിങ്ങൾ എന്ത് ആൻസർ എഴുതും? 1 തവണ കിട്ടിയിട്ടുണ്ട്, 2 തവണ കിട്ടിയിട്ടുണ്ട്, 3 തവണ കിട്ടിയിട്ടുണ്ട്, അതേ ഒന്നും കിട്ടിയിട്ടേ ഇല്ല എന്നെഴുതൂ. നിങ്ങൾ ഇങ്ങനൊരു ഓപ്ഷൻ വന്നാൽ നിങ്ങൾ എന്ത് ആൻസർ എഴുതും? ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പം റസൂൽ പൂക്കുട്ടിക്ക് ഗ്രാമി പുരസ്കാരം കിട്ടിയിട്ടില്ല. പൂക്കുട്ടി ഇദ്ദേഹത്തിന് ഗ്രാമി പുരസ്കാരം കിട്ടിയിട്ടില്ല. ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് എടുത്ത് പഠിച്ചു വെച്ചോളണം. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് രീതിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ് ഇത്. റസൂൽ പൂക്കുട്ടിക്ക് ഗ്രാമി പുരസ്കാരം കിട്ടിയിട്ടില്ല. എന്നാൽ ഗ്രാമി പുരസ്കാരം കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ പണ്ഡിറ്റ് രവിശങ്കർ ഇദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് ഗ്രാമി പുരസ്കാരം കിട്ടുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ് പണ്ഡിറ്റ് രവിശങ്കർ. ഇദ്ദേഹത്തിന് ആകെ 5 തവണ ഗ്രാമി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്.
AR റഹ്മാൻ അദ്ദേഹത്തിന് ഗ്രാമി പുരസ്കാരം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ഇങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ എന്താ ആൻസർ എഴുതും? അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. AR റഹ്മാൻ. AR റഹ്മാൻ ഇദ്ദേഹത്തിന് 2010 ഗ്രാമി പുരസ്കാരം കിട്ടിയത്. വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. 2010 AR റഹ്മാന് ഗ്രാമി പുരസ്കാരം കിട്ടി, അതേപോലെ തന്നെ ഓസ്കാർ പുരസ്കാരം കിട്ടി. രണ്ട് പുരസ്കാരങ്ങൾ രണ്ട് ഏറ്റവും വലിയ പുരസ്കാരങ്ങളായിട്ടുള്ള ഗ്രാമി പുരസ്കാരം കിട്ടി, ഓസ്കാർ പുരസ്കാരം കിട്ടി. അതെന്ന് പറയുമ്പോൾ ഏത് വർഷത്തിലാണ്? 2010. ഈ ഒരു കാര്യം നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വെച്ചോളണം. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2010 AR റഹ്മാന് ഗ്രാമി പുരസ്കാരം കിട്ടി, അതേപോലെ തന്നെ ഓസ്കാർ പുരസ്കാരം കിട്ടി എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളണം. സ്ലം ഡോഗ് മില്യണിയർ എന്ന ആ ഒരു സിനിമ, അതുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ AR റഹ്മാന് കിട്ടിയത്. ഗ്രാമി പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഇന്ത്യൻ വനിത എന്ന് പറയുമ്പോൾ അതൊരു PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ചുവപ്പ് മഷി പേന കൊണ്ട് തന്നെ നിങ്ങളുടെ പുസ്തകത്തിൽ അടയാളപ്പെടുത്തി വെച്ചോളണം. ഗ്രാമി പുരസ്കാരം കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത തൻവി ഷാ. തൻവി ഷാ 2010 തൻവി ഷായ്ക്ക് ഗ്രാമി പുരസ്കാരം കിട്ടിയത്. ഇത്രയും കാര്യങ്ങൾ ഗ്രാമി പുരസ്കാരം കിട്ടിയ വ്യക്തികളുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചോദ്യം തരാം. ഭൗമശാസ്ത്ര രംഗത്തെ നൊബേൽ പുരസ്കാരം എന്നറിയപ്പെടുന്നത് ഏത് പുരസ്കാരമാണ്? 2026 ആ പുരസ്കാരം കിട്ടിയ വ്യക്തിയുടെ പേര് എന്താണ്? ഇതിൻ്റെ ആൻസർ കമൻ്റ് ഇടുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.